അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള വാനില ഐസ്ക്രീമാണ്. നമുക്ക് ഐസ്ക്രീം മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇലക്ട്രിക് ഹാൻഡ് മിക്സർ മാത്രം മതി. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് വിപ്പ് ചെയ്യുന്നത് ആ പാത്രവും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രിക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലേ, അത് അതിൻ്റെ ബ്ലേഡും കൂടെ ഞാൻ കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഫ്രീസറിൽ വെച്ചു കേട്ടോ. എന്നിട്ട് അതെടുത്ത് ബൗളും നമ്മളുടെ ബ്ലേഡും എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ഇവിടെ ഞാനൊരു 500 ml വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും വാട്ടർ ബോക്സ് ആയിട്ട് കിട്ടിയില്ല 500 ml ടിന്ന്. അപ്പോൾ ഞാനൊരു 250 ml വാങ്ങിയത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വിപ്പ് ചെയ്യാം. നമ്മൾ വിപ്പിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയ സ്പീഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 1-ൽ ഇട്ടിട്ട് പിന്നെ അടുത്ത് പയ്യെ വേണം ആ ഹാൻഡ് മിക്സറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അല്ല പെട്ടെന്ന് തന്നെ 5-ലേക്കൊക്കെ ഇടുവാണെങ്കിൽ അത് ചിലപ്പോൾ അങ്ങ് തെറിക്കും. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ സ്പീഡ് അങ്ങ് കൂട്ടിക്കൊണ്ട് വരണം. പിന്നെ കുറച്ച് നേരം ഒരു 5-ൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വിപ്പ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് എടുത്ത് നോക്കണം ആ ബ്ലേഡിൽ നിന്ന് അതിങ്ങനെ താഴേക്ക് ക്രീം നമ്മൾ ആ ലിക്വിഡായിട്ട് തന്നെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആയിട്ടില്ല. അത് കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ക്രീം ഫോമിൽ തന്നെ നല്ല ഫോമായിട്ടത് വരും. ഇപ്പം കുറച്ചും കൂടെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കിനും വിപ്പിംഗ് ക്രീം ശരിക്കും വാട്ടറി ആയിരുന്നു, പക്ഷെ ഇപ്പം അത് കുറച്ചും കൂടെ കട്ടിയായി വരുന്നുണ്ട്. ഇത്തിരി കഴിയുമ്പോഴത്തേക്കിനും അത് ബ്ലേഡിൽ നിന്ന് ഒട്ടും നമ്മൾ ആ ബ്ലേഡ് ഇത് മിക്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്ലേഡ് വിപ്പിംഗ് ക്രീമിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കിനും ഇത് ഒട്ടും തന്നെ ക്രീം ഈ ബ്ലേഡിൽ നിന്ന് വിട്ട് താഴേക്ക് പോവത്തേ ഇല്ല. അതാണ് ശരിക്കും പരുവം. ആ പരുവത്തിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിപ്പ് ചെയ്യുവേ വേണ്ട കേട്ടോ. അങ്ങനെ ചെയ്താൽ പിന്നെ അത് പിരിഞ്ഞു പോകും. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പോഴത്തേക്കിനും കണ്ടോ, ഇതൊട്ടും തന്നെ താഴേക്ക് പോകുന്നില്ല. ആ ക്രീം ഇങ്ങനെ പിടിച്ചു തന്നെ ഇരിക്കുക. നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു പരുവേ അല്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴൊക്കെ അറിയാം നല്ല സ്മൂത്ത് ഫോം ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഐസ്ക്രീം എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി അത് വിപ്പ് ചെയ്യവേ വേണ്ട, നമുക്ക് പയ്യെ ബ്ലേഡിന്റെ പ്രോസസ്സൊക്കെ മാറ്റിയിട്ട് ബ്ലേഡ് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഒരു 397 ഗ്രാംസിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് ഉള്ളത്. അതിൻ്റെ ടിന്നാണ് ഉള്ളത്. ആമി കുറേ നേരം കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ അവൾക്ക് വിപ്പ് ചെയ്യാനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, കാരണം അത് എന്തായാലും നോർമലി അവൾ ചെയ്യാറുണ്ട്. എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനോ ബേക്കിങ്ങിനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും, ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അവൾ ചെയ്യുമ്പോഴത്തേക്കിനും എന്തായാലും ആ പരിസരം മുഴുവനും തെറിക്കാറുണ്ട്. അത് കാരണം ഇപ്പം ഞാൻ എന്തായാലും വിപ്പ് ചെയ്യാനായിട്ട് കൊടുത്തില്ല, അതിൻ്റെ കുറച്ച് പിണക്കത്തില്ല. മിക്സ് ചെയ്യാനായിട്ട് കൊടുക്കാം, അന്നേരം വിളിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിയാണ് ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു 300 ഗ്രാം സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. വാനില എസൻസും ആമിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വാനില എസൻസ് ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വാനില എസൻസിന് ഒരുപാട് കൂടണ്ട കേട്ടോ. നമ്മൾ വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും എമൗണ്ടിന് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻഗ്രീഡിയൻസിന് 1 ടീസ്പൂൺ വാനില എസൻസ് ഇനഫ് ആയിരിക്കും. നമുക്ക് ആ ഒരു വാനില ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തേക്കുന്നതും ഈ വാനില എസൻസും കൂടെ നല്ലതുപോലെ ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളത് വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഈ സ്പാച്ചുല കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്താൽ മാത്രം മതിയാ. ഫ്രീസറിൽ വെക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ മിക്സ്ചർ ജസ്റ്റ് പവർ ചെയ്യുക.
നമ്മൾ ഒഴിച്ച മിക്സറിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഞാൻ അത് കവർ വയ്ക്കുന്നതിന് മുന്നേയായിട്ട് ഒന്നൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത്. കവർ ചെയ്തില്ലെങ്കിലും അങ്ങനെ എയർ ടൈറ്റ് പാത്രമാണെങ്കിൽ ഒട്ടും തന്നെ അങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവത്തില്ല. എന്നാലും വേണേൽ സേഫർ സൈഡ് നമുക്ക് വേണമെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ട് നല്ലതുപോലെ റാപ്പ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് തന്നെ ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സാധനവും ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കാണെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാം. ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുക്കിംഗ് ഒന്നും ഇൻവോൾവേ അല്ല. നമ്മൾ ഒട്ടും കുക്ക് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയും ബോക്സ് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പം മിനിമം 6 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഫ്രീസറിൽ കേട്ടോ, ഫ്രീസറിൽ വേണേ വെക്കാൻ. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇനി ഇത് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം വ്യൂവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോഴത്തേക്കിനും നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ ഇത് സ്കൂപ്പ് ചെയ്യാനായിട്ട് നോക്കിയാൽ നല്ല കട്ടിയായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ സ്കൂപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു 10 minutes അത് വെളിയിൽ വെച്ചിട്ടാണ് സ്കൂപ്പ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടും. കാരണം മറ്റേത് ഫ്രീസറിൽ തന്നെ ഇരിക്കുമല്ലേ, അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. 10 minutes കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആവും, ഇത്തിരി ഒന്ന് മെൽറ്റ് ആവുമല്ലോ. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ, അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ബിഗിനേഴ്സിനാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിനകത്ത് അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഐസ്ക്രീം നമുക്ക് കോണിലേക്കും കൂടെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങാനായിട്ട് പറ്റും. ഈ കോണിൽ സൈഡിൽ ആ ഒരു ചോക്ലേറ്റിന്റെ ലെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ വാനില ഐസ്ക്രീമിന്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഉറപ്പായിട്ടും പോയി നോക്കണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്രീമിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോഫ്റ്റ് ആൻഡ് സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള ഐസ്ക്രീം എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കില്ല.